ദിവസം അതിരാവിലെ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും അല്പസമയം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും സർവശക്തനായ ദൈവം വഴിവാതിലുകൾ തുറന്നു നിന്നതിന് ദൈവത്തിൻ്റെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളു. മുട്ടുമാറുമ്പോൾ മട്ടുമാറും. അത് ഏറ്റവും നല്ലൊരു വാക്യമാണ്. ഒരു കാലത്ത് നമുക്ക് മുട്ടുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ ഈശ്വരനോട്, ദൈവത്തോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന ഫലമായി ദൈവം നമ്മുടെ മുട്ടുകൾ മാറ്റി തന്നപ്പോൾ നമ്മുടെ മട്ടുകളൊക്കെ മാറി. രസകരമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ഒരു മനുഷ്യൻ, ഇവിടെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന മനുഷ്യൻ, അവന് വിദേശത്ത് പോയി നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അവൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ മട്ടുകൾ മൊത്തം അങ്ങ് മാറി. അവന് സാമ്പത്തികമായിട്ട് ഉയർന്നു, സാംസ്കാരികമായിട്ട് ഉയർന്നു. ഇപ്പോഴവന് മലയാള ഭാഷ പോലും സംസാരിക്കുവാൻ അറിയത്തില്ല. മറ്റുള്ളവർ പറയുമ്പോൾ ഓ ആ എന്നുള്ള ഭാഷാപ്രയോഗങ്ങൾ കൂടി അവന് കടന്നു പോകുന്നു. അവന് മലയാള ഭാഷ ഇപ്പോൾ സംസാരിക്കുവാൻ തന്നെ അറിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഏത് നിലയിൽ നിന്ന് വന്നു, എവിടെ എത്തിച്ചേർന്നു, ആരാണിതിൻ്റെ കാരണക്കാരൻ എന്നുള്ള കാര്യങ്ങൾ നാം മറന്നു പോകുന്ന പല സംഭവ വികലങ്ങളായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കരഞ്ഞു വിളിച്ച് ചിരിച്ച് കളിച്ച് നമ്മളൊരു ജനപ്രതിനിധി നമ്മുടെ അടുത്ത് വന്ന് വോട്ട് ചോദിച്ച് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ, അവൻ ജയിച്ചു കഴിയുമ്പോൾ, അവൻ അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ പാവപ്പെട്ടവനെ മറക്കുന്നു. അവന് വാഹനങ്ങൾ വേണം, അവന് നടക്കാൻ വയ്യ, അവന് നല്ല ഫുഡ് വേണം. നേരത്തെയുള്ള ഫുഡുകളൊന്നും അവന് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അവനെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ല. അവൻ്റെ മുട്ടുമാറി, അല്ലെങ്കിൽ അവൻ അധികാരസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സാധാരണപ്പെട്ടവനെ, അവനെ ജയിപ്പിച്ചു വിട്ടവരെ മറക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പാവപ്പെട്ടവൻ്റെ, സാധാരണപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന്, അല്ലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണമേൽക്കുന്ന ഭരണകർത്താക്കൾ ഭരണമേറ്റ് കഴിയുമ്പോൾ മുതൽ ആഡംബര ജീവിതം, താഴെക്കെട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മടി, സ്വത്തുകൾ, സമ്പാദ്യങ്ങൾ തങ്ങളുടെ പേരിൽ ആക്കി മാറ്റുന്ന പ്രവണത. ഒരു വർക്ക് ചെയ്താൽ 50,000 രൂപയുടെ വർക്കിന് 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ഈ 5 ലക്ഷം 50,000 രൂപയും മാറ്റി അതിനുള്ള വർക്ക് നടത്തിയിട്ട് ബാക്കി പൈസ കൈക്കലാക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത നേതാക്കന്മാർ വസിക്കുന്ന ഈ കാലഘട്ടങ്ങൾ. മുട്ടുള്ളപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴാകെ മട്ടുമാറി. നല്ലത് തന്നെയാണ്, അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെങ്കിൽ അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങളെ നമുക്ക് ആകാവൂ എന്നുള്ളത് നാം ഓർത്തിരിക്കണം. എത്രയോ ആളുകൾ ജോലി കിട്ടി കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥ പെട്ടെന്ന് മാറ്റുന്നു തന്നെ. പക്ഷെങ്കിൽ അതവൻ അടിസ്ഥാനം ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരോടും പൈസ ഇരന്ന് വാങ്ങി, അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങിച്ച് തങ്ങളുടെ കാലം കഴിച്ച വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ അവർക്ക് സാമ്പത്തികം വന്നു കഴിയുമ്പോൾ പാവപ്പെട്ടവന്, അല്ലെങ്കിൽ അർഹതപ്പെട്ടവന് ഒരു പൈസ കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു സഹായഹസ്തം നീട്ടാത്ത എത്രയോ നീചന്മാരായ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പുരോഹിത വർഗത്തിലുണ്ട്, സന്യാസിശ്രേഷ്ഠന്മാരുടെ പേരിലുണ്ട്,
സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. ആകമാകം ഈ സമൂഹത്തിലാകമാനം ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാലത്ത് പാവപ്പെട്ടവന് വഴിയിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ താണജാതിക്കാരൻ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമുണ്ടായിരുന്നു. ഇന്നത് മാറി. പക്ഷെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലെത്തുമ്പോൾ അവരുടെ ആൾക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അവർ സമൂഹത്തിൽ ഉന്നതന്മാരായി ഉന്നത ശ്രേണിയിലെത്തിക്കഴിയുമ്പോൾ തന്നോട് ഒത്ത് ജീവിച്ചവരെ, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ, ചുറ്റുപാടുള്ളവരെ മറക്കുന്ന അവസ്ഥാവിശേഷം. ഒരു മനുഷ്യനെ എനിക്ക് അടുത്തറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവന് സാമ്പത്തികമായി ഉയർന്നു. ഏതാണ്ട് 10-20 വർഷത്തിന് മുമ്പ്, അല്ലെ 10-30 വർഷത്തിന് മുമ്പ് 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ അവന് ജോലി കിട്ടി. അവന് അതിൽ അഹങ്കരിച്ചു. അവനെ വളരെ ആൾക്കാർ സഹായിച്ച് അവന് വെളിയിൽ പോകുവാനായിട്ടുള്ള പല ആൾക്കാരെ പൈസ കൊടുത്ത് സഹായിച്ച്, കൈത്താങ്ങലുകൾ തന്ന് സഹായിച്ച് ആ മനുഷ്യൻ വെളിരാജ്യത്ത് പോയി നല്ലൊരു ജോലി കിട്ടി, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചു. അവൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊടുത്തവരെയും കണ്ടവരെയും കാണാത്ത അവസ്ഥാവിശേഷം. അവനോട് ഒരു പൈസ പാവപ്പെട്ടവൻ ചെന്ന് ചോദിച്ചാൽ, ഇല്ല, ബാങ്കിൽ എല്ലാം ഇട്ടിരിക്കുകയാണ്, യാതൊരു പൈസയും എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നശിച്ചു. അവസാനം അവന് കഷ്ടപ്പെട്ട് ജീവിതം നയിച്ച് മരണപ്പെടുന്നതിനിടയായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുട്ടുള്ളപ്പോൾ സഹായിച്ച ദൈവത്തെ നമ്മളൊരിക്കലും മറക്കരുത്. മറന്നാൽ തെറ്റാണ്. മറന്നാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും അത് അനർത്ഥമായിരിക്കും, നാട് തന്നെ അനർത്ഥമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുട്ട് മാറുമ്പോൾ മട്ടു മാറരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.